കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും ഡെസിമൽ ഫോംസ് എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഈ ഒരു ചാപ്റ്ററിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതേ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന രീതിയിലുള്ള ചോദ്യമാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് കൂടുതലും കുറവും അല്ലെ, അല്ലെങ്കിൽ വലിയവനാര് ചെറിയവനാര് എന്നുള്ള ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ മുകളിൽ 3 ഡെസിമൽ നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഡെസിമൽ നമ്പേഴ്സിൽ ആരായിരിക്കും വലുത് ആരായിരിക്കും ചെറുത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. കാര്യം എന്താ, 0.7, 1.5, 2.2 നമ്മളതൊരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1, 2 എന്ന് പറയുന്ന നമ്പർ ലൈനില്ലേടാ, അതിൽ 0.7 അല്ലേ. 0.7 എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ വലുതാണോ ചെറുതാണോ? അറിയാം അല്ലേ, 1-നേക്കാൾ ഏറ്റവും ചെറുതായിരിക്കും. അപ്പം ഏകദേശം എവിടെയാണ് വരിക? 0.7 എന്നൊക്കെ പറഞ്ഞാൽ 1-ന്റെ തൊട്ട് പുറകിലാണ് വരിക അല്ലെ, ബാക്കിലേക്ക് വരും. അടുത്ത ആളെ നോക്കിക്കേ, 1.5. ഇപ്പോൾ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-നേക്കാൾ വലുതല്ലേ അല്ലേ. 1.5 ആയി, 1-നേക്കാൾ മുന്നോട്ട് പോയി. അപ്പോൾ ദാ ഇവിടെ വരും നമ്പർ ലൈനിന് 1.5 എന്ന് പറഞ്ഞാൽ 1-ന്റെ മുൻപിലാണ്, പക്ഷെ 2-യുടെ പിന്നിലായിട്ടാണ് വരുന്നത് അല്ലേ. 2 എന്ന് പറയുന്ന നമ്പർ ലൈനിന്റെ പിന്നിലായിട്ടാണ് 1.5 വരുന്നത്. അടുത്ത നോക്കിക്കേ, 2.2 എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ ഏകദേശം ഇവിടെ വരും അല്ലേ, 2.2. അപ്പോൾ ഇതിൽ ആരായിരിക്കും വലുത് ആരായിരിക്കും ചെറുത്? ഓഫ് കോഴ്സ് ആരായിരിക്കും വലുത്? 2.2 ആയിരിക്കും വലുത്. അതേപോലെ തന്നെ 1.7 ആയിരിക്കും 0.7 ആയിരിക്കും ചെറുത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ചോദ്യം ഇതുപോലെ ആയിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് കുറച്ച് ഡെസിമൽ നമ്പേഴ്സുകൾ തന്നിട്ട് അത് ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെ, ആരോഹണക്രമം അവരോഹണക്രമം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ രീതിയിൽ എഴുതാനായിരിക്കും ചോദിക്കാം. അതേ മോഡൽ ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ചോദ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തോളാം. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലെ. ചുവടെയുള്ള ഓരോ കൂട്ടം സംഖ്യകളുടെയും വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുക. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് ക്രമീകരിക്കണം, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പൊ നോക്കാലോ, ഞാൻ ആദ്യം ഫസ്റ്റ് ഇതെടുത്തു കേട്ടോ. അതെ, ഈ ഒരു സെക്ഷൻ 11 പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഞാൻ എടുത്തു. അതിൽ നോക്കട്ടെ ആരായിരിക്കും വലിയത്. 11.4 ആണോ? നിങ്ങൾ കാണുന്നില്ലേ, 11.4 ആണോ, 11.45 ആണോ, 11.04 ആണോ, 11.48 ആണോ, 11.048 ആണോ വലുത്? നമ്മൾ എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുക? യെസ്, 11 ആണല്ലേ, എല്ലാ സ്ഥലത്തും 11 ആണ്. തൊട്ടടുത്ത നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. 11 കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് 4, 4, 0, 4 and 0. എടാ, 4 ആണോ 0 ആണോ വലുത്? 4 അല്ലേ വലുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 11.4 ഉള്ള സംഖ്യകൾ മാത്രം ശ്രദ്ധിക്കുക. ഇതൊക്കെ ആരാ? 11.4 ഉള്ള കുറച്ച് നമ്പേഴ്സുകളെ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. 11.4 ഉള്ളതാ ഒരു നമ്പർ, 11.4 ഉള്ള രണ്ടാമത്തെ നമ്പർ, 11.4 ഉള്ള മൂന്നാമത്തെ നമ്പർ. ഇതിൽ ആരായിരിക്കും വലുത്? അതെങ്ങനെ ശ്രദ്ധിക്കും? അതിൻ്റെ തൊട്ടടുത്ത നമ്പർ നോക്കുക. 11.4 കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ആരാ വലുത്? 8 വലുതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, ഇത് ഫസ്റ്റ് നമ്പർ ആയിരിക്കും അല്ലേ. വലിയത് ആരായിരിക്കും? 11.48 ആയിരിക്കും. സെക്കൻഡ് ആയിട്ട് വരുന്നത് ആരായിരിക്കും? സെക്കൻഡ് ആയിട്ട് വരുന്നത് 11.45 ആയിരിക്കും. തേർഡ് വരുന്നത് 11.4 ആയിരിക്കും. അടുത്തത് തൊട്ട് ചെറുത് ആര് വരും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11.04 ആണോ, 11.048 ആണോ? അടുത്ത വലുത് എന്ന് നോക്കിയാൽ മതി. എടാ, 11.04 ആണോ, 11.048 ആണോ വലുത്? 048 ആണ് വലുത് അല്ലേ. അപ്പൊ നമ്മളുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന ആൾ ആരായിരിക്കും? 11.048ഉം ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരായിരിക്കും? 5th പൊസിഷനിൽ 11.04 ആയിരിക്കും. വേണമെങ്കിൽ എൻ്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യാം, അതൊരു ലിസ്റ്റായിട്ട് നീട്ടി എഴുതി കൊടുക്കാം. വേണമെങ്കിൽ എന്നല്ല, നിങ്ങൾ എക്സാമിന് അത് നിർബന്ധമായിട്ടും എഴുതണം. 11.48, അത് അടുത്തത് ആരാണ്? 11.45, 11.4, 11.048 and 11.04. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ വലിയതിൽ നിന്ന് ചെറുതിലേക്ക് അതിനെ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. ഓക്കെ, ഇനി ഇതേ നമ്മളുടെ ലിസ്റ്റിൽ ബാക്കി 2 സെക്ഷൻസും കൂടെ ഉണ്ട്. ആ 2 സെക്ഷൻസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ കുട്ടികൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 2ൻ്റെയും ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയണം. അതും നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന്
ചെറിയ നമ്പറിലേക്ക് ക്രമീകരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ആൻസറിന് വേണ്ടിയിട്ട് മിസ് വെയിറ്റ് ചെയ്തിരിക്കും. അത് മാത്രമല്ല ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതും ആയിരിക്കും. അപ്പോൾ ഇതിനുള്ള ആൻസർ എന്തായാലും ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ഇതാ മിസ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സോ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് മിസ് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ വരും. അതുവരെ ബൈ ബൈ, സീ യു.